KS മെയിൻസിന് ഇനി വെറും 3 മാസം മാത്രം. KS മെന്റർ അവതരിപ്പിക്കുന്നു എഴുത്ത്, ആൻ ഇൻറ്റൻസീവ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഫോർ KS മെയിൻസ്. മെയിൻസ് പരീക്ഷയുടെ എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്ന 60-ൽ-അധികം സെഷൻസ്. ഓരോ സെഷനിലും ആൻസർ റൈറ്റിംഗ്, പേപ്പർ ഇവാലുവേഷൻ, ഡിസ്കഷൻ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 200ഓളം ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു. കേരള ടോപ്പിക്കുകൾക്ക് മാത്രമായി ഡെഡിക്കേറ്റഡ് ടെസ്റ്റുകൾ, മറ്റ് PSCകളുടെ മുൻവർഷ ചോദ്യപേപ്പറുകളുടെ അനാലിസിസ്. ജോയിൻ എഴുത്ത് and sharpen your answer writing skills. For more details, contact the numbers given or visit our website. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KS മെന്ററിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ടോപ്പിക്കുകളാണ് മഹാത്മാഗാന്ധി ബൻകർ ബീമ യോജന, സമഗ്ര ശിക്ഷാ സ്കീം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് മഹാത്മാഗാന്ധി ബൻകർ ബീമ യോജന. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മഹാത്മാഗാന്ധി ബൻകർ ബീമ യോജന കൈത്തറി തൊഴിലുകളിലോ നെയ്ത്ത് തൊഴിലുകളിലോ ഏർപ്പെട്ടിരിക്കുന്ന 51 മുതൽ 59 വരെ പ്രായമുള്ള പൗരന്മാർക്ക് ലൈഫ് ഇൻഷുറൻസ്, ആക്സിഡന്റൽ ഇൻഷുറൻസ്, ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്നീ ഇൻഷുറൻസ് കവറേജുകളിലൂടെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പു നൽകുന്നു. മഹാത്മാഗാന്ധി ബൻകർ ബീമ യോജന എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LICയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഹാൻഡ്ലൂം വീവേഴ്സിന് ഇൻഷുറൻസ് കവറേജ് ഉറപ്പു നൽകുന്ന സ്കീമാണ് ബൻകർ ബീമ യോജന സ്കീം. ഈ സ്കീമിൽ അംഗമായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും സാധാരണ മരണം, അപകട മരണം, ഭാഗികമായ ഡിസബിലിറ്റി, പൂർണ്ണമായ ഡിസബിലിറ്റി എന്നിവയെ ഇൻഷുർ ചെയ്യുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC ആണ് ഈ സ്കീം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ കൂടി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഹാൻഡ്ലൂം അതോറിറ്റിയാണ് ഇൻഷുറൻസ് കവറേജ് ഫൈനലൈസ് ചെയ്യുന്നത്. ഈ സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് ആണ് ഇൻഷുറൻസ് കവറേജ്. അതായത് ഈ സ്കീമിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി സാധാരണ രീതിയിൽ മരിക്കുകയാണെങ്കിൽ മരിച്ചയാളുടെ നോമിനിക്ക് 60,000 രൂപ ലഭിക്കും. ഇനി അപകടത്തെ തുടർന്നുള്ള മരണമോ പെർമനന്റ് ഡിസബിലിറ്റിയോ ആണെങ്കിൽ നോമിനിക്ക് 1,50,000 രൂപ ലഭിക്കും. രണ്ടാമത്താണ് സ്കോളർഷിപ്പ്. ശിക്ഷ സഹയോഗ് യോജനയിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് മഹാത്മാഗാന്ധി ബൻകർ ബീമ യോജന സ്കോളർഷിപ്പ് നൽകുന്നതാണ്. അടുത്ത ബെനിഫിറ്റാണ് ഇൻകം പ്രൂഫ് അഥവാ വരുമാനത്തെ സംബന്ധിച്ചുള്ള തെളിവ്. ഒരിക്കൽ ഒരു വ്യക്തിയെ മഹാത്മാഗാന്ധി ബൻകർ ബീമ യോജനയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൂഫ് ഓഫ് ഇൻകം ഹാജരാക്കേണ്ട ആവശ്യമില്ല. അടുത്തതാണ് പ്രീമിയം അഥവാ ഇൻഷുറൻസിന്റെ വരിസംഖ്യ സംബന്ധിച്ചുള്ളത്. നേരത്തെ പറഞ്ഞ ശിക്ഷ സഹയോഗ് യോജന സ്കീമിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു കുട്ടിയുടെ പേരന്റ് ആണെങ്കിൽ ഒരു പ്രീമിയം തന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നോഡൽ ഏജൻസിക്കും പ്രീമിയം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഹാൻഡ്ലൂം സെക്ടറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ആണ് പ്രൊവൈഡ് സബ്സിഡറി എംപ്ലോയ്മെന്റ്. നോൺ അഗ്രികൾച്ചറൽ സീസൺ ആകുമ്പോൾ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് തൊഴിൽ ലഭിക്കുകയില്ല. ആ സന്ദർഭത്തിൽ ഹാൻഡ്ലൂം അവർക്ക് ഒരു സബ്സിഡറി എംപ്ലോയ്മെന്റ് കൊടുക്കും. അതുവഴി റൂറൽ ഏരിയാസിലെ ഫുഡ് ഇൻസെക്യൂരിറ്റി മിനിമൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. രണ്ടാമതാണ് പ്രിവെൻസ് മൈഗ്രേഷൻ. അതായത് ആർട്ടിസാൻസ്, വീവേഴ്സ്, സ്മോൾ മാർജിനൽ ഫാർമേഴ്സ് തുടങ്ങിയവരുടെ റൂറൽ ടു അർബൻ ഏരിയാസിലേക്കുള്ള മൈഗ്രേഷൻ തടയാൻ ഇത് സഹായിക്കും. പ്രൊഡ്യൂസർ കമ്മ്യൂണിറ്റീസിന് സോഷ്യൽ റെക്കഗ്നീഷൻ കിട്ടാൻ ഇത് സഹായിക്കും. പ്രൊഡക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫിനിഷ് ഗുഡ്സ് മുതലായ സബ്സെഗ്മെന്റ്സ് എംപ്ലോയ്മെന്റ് വഴി ഒരു ഇൻഡയറക്റ്റ് ഇൻകം സമ്പാദിക്കാൻ ഹാൻഡ്ലൂം സെക്ടർ സഹായിക്കും. ഗ്രാമപ്രദേശങ്ങളിലേക്ക് വുമൺ എംപവർമെന്റ് കൊണ്ടുവരാനും ഹാൻഡ്ലൂം സെക്ടർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഹാൻഡ്ലൂം സെക്ടറിന്റെ എക്സ്പോർട്ട് സെക്ടറിലോട്ടുള്ള കോൺട്രിബ്യൂഷനും ഇന്ത്യയുടെ ഇക്കോണമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്താണ് ഹാൻഡ്ലൂം സെക്ടർ നേരിടുന്ന വെല്ലുവിളികൾ. ഒന്നാമതാണ് കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ് മാറുന്നത്. രണ്ടാമതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഹാൻഡ്ലൂം സെക്ടർ നേരിടുന്ന അവഗണന. മൂന്നാമതാണ് ഹാൻഡ്ലൂം പ്രൊഡക്ട്സിന്റെ ഓൾട്ടർനേറ്റീവായിട്ട് ലോ കോസ്റ്റില് മറ്റ് പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നത്. നാലാമത്താണ് യുവതലമുറ പരമ്പരാഗതമായ കൈത്തറി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാത്തത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സമഗ്ര ശിക്ഷ സ്കീം. സെൻട്രലി സ്പോൺസേർഡ് സ്കീമായ സമഗ്ര ശിക്ഷ സ്കീമിന്റെ ആക്ടിവിറ്റികളെ
റാങ്ക് ചെയ്തുകൊണ്ട് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം പോയിന്റുകൾ മെച്ചപ്പെടുത്തി ഏറ്റവും മുകളിലെ സ്ഥാനം നിലനിർത്തി. സമഗ്ര ശിക്ഷാ സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി സ്റ്റേജ് വരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക എന്നതാണ് ഈ സ്കീമിന്റെ പ്രഥമ ഉദ്ദേശം. ഈ സ്കീമിന്റെ മറ്റൊരു ലക്ഷ്യമാണ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 നടപ്പിലാക്കാൻ മറ്റു സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നത്. പ്രീ സ്കൂൾ മുതൽ +2 വരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക എന്ന ഒരു ലക്ഷ്യമാണ് സമഗ്ര ശിക്ഷ എന്ന ഇന്റഗ്രേറ്റഡ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെൻട്രലി സ്പോൺസർഡ് സ്കീമായിട്ടാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. 3 സ്കീമുകൾ ചേർന്നാണ് സമഗ്ര ശിക്ഷാ സ്കീം രൂപം കൊള്ളുന്നത്. ആ 3 സ്കീമുകളാണ് സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ. ഈ സ്കീം അനുസരിച്ച് സ്കൂൾ എഡ്യൂക്കേഷനെ പ്രീ സ്കൂൾ മുതൽ 12th ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്കീം 2 Tകളെ ഫോക്കസ് ചെയ്താണ് ക്വാളിറ്റി സ്കൂൾ എഡ്യൂക്കേഷന് ഊന്നൽ നൽകുന്നത്. ആ 2 T ആണ് ടീച്ചർ ആൻഡ് ടെക്നോളജി. ഗ്രേഡിംഗ് ഇൻഡെക്സിലെ കേരളത്തിന്റെ പെർഫോമൻസ് എന്താണ് നമുക്ക് നോക്കാം. പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിലെ 5 ഇൻഡെക്സുകളാണ് കവർ ചെയ്തിട്ടുള്ളത്. ആ 5 ഇൻഡെക്സുകളാണ് ലേണിംഗ് ഔട്ട്കംസ്, ആക്സസ് ഔട്ട്കംസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ഇക്വിറ്റി ഔട്ട്കംസ് ആൻഡ് ഗവേണൻസ്. ഇതില് കേരളം ലേണിംഗ് ഔട്ട്കമ്മിൽ 85.56% കൈവരിച്ചിട്ടുള്ളത്. രണ്ടാമത്തതാണ് ആക്സസ് ഔട്ട്കംസ്. ഇതിൽ 98.75% കൈവരിച്ചിട്ടുള്ളത്. അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. ഇതിൽ കേരളം കൈവരിച്ചത് 82%. ഇക്വിറ്റിയിൽ കേരളം കൈവരിച്ചത് 91.3%, ഗവേണൻസ് പ്രോസസ്സിൽ 82.22%. കേരളത്തിന് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചത് ആക്സസ് ഔട്ട്കമ്മിലാണ്. അത് 98.75%. ഏറ്റവും കുറവ് പോയിന്റ് ലഭിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസിലാണ്. അത് 82%. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു പെൻഡിംഗ് കേസിൽ ഉയർന്നു വന്ന ചോദ്യത്തില് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റെക്കമെൻഡേഷനുകൾ സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ബാധകമാണോ എന്നും ഗവൺമെന്റിന് ആ റെക്കമെൻഡേഷനെ റിജക്ട് ചെയ്യാമോ എന്നും അതോ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുക്കണോ എന്നും തീരുമാനിക്കാൻ ഹൈക്കോടതിയുടെ ഒരു ഫുൾ ബെഞ്ചിന് വിടുകയുണ്ടായി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 അനുസരിച്ച് ഒക്ടോബർ 12, 1993 സ്ഥാപിതമായ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പിന്നീട് 2006 അമെൻഡ് ചെയ്യുകയുണ്ടായി. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിന്റെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റൈറ്റ്സ് റിലേറ്റഡ് ടു ലൈഫ്, അതായത് ജീവനെ സംബന്ധിച്ചുള്ള അവകാശം. പിന്നീട് വരുന്നതാണ് ലിബർട്ടി. പിന്നീട് വരുന്നതാണ് ഇക്വാലിറ്റിയെ സംബന്ധിച്ചുള്ളത്, തുല്യത സംബന്ധിച്ചുള്ളത്. പിന്നീട് വരുന്നതാണ് ഡിഗ്നിറ്റിയെ സംബന്ധിച്ചുള്ളത്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഡിഗ്നിറ്റി ആവാം. അതേപോലെ ഇന്ത്യയിലെ കോർട്ടുകൾ നടപ്പിലാക്കേണ്ട ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള മറ്റ് ഡിഗ്നിറ്റികളും ആവാം. ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും അക്കൗണ്ടബിൾ ആക്കാനും ഒക്കെ വേണ്ടി 1993 എനാക്ട് ചെയ്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഫങ്ഷൻസും പവേഴ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് കംപ്ലൈൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നത്, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഗ്രീവിയൻസസ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലോ സ്വമേധയായോ ഹ്യൂമൻ റൈറ്റ് വയലേഷനെ പറ്റി അന്വേഷിക്കാവുന്നതാണ്. രണ്ടാമതാണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ പറ്റി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് നടക്കുന്ന അവസരത്തിൽ NHRCക്ക് അതിൽ ഇടപെടാവുന്നതാണ്. മൂന്നാമതാണ് കോൺസ്റ്റിറ്റ്യൂഷനോ മറ്റേതെങ്കിലും നിയമങ്ങളോ നൽകുന്ന ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സേഫ് ഗാർഡുകളെ റിവ്യൂ ചെയ്യാം എന്നുള്ളത്. അടുത്താണ് NHRCക്ക് ഹ്യൂമൻ റൈറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള
ഏതെങ്കിലും റിസർച്ചുകളെയോ പ്രൊജക്റ്റുകളെയോ അണ്ടർടേക്ക് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ സാധിക്കും എന്നത്. ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന് അനുസൃതമായ ഒപ്പീനിയൻസ് പറയുമ്പോഴോ നിലവിലിരിക്കുന്ന നിയമത്തിന് അനുസൃതമായോ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് കമ്മീഷന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള അവകാശമുണ്ട്. NHRCക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ജയിലുകൾ സന്ദർശിക്കാനും അവിടുത്തെ അന്തേവാസികളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനും ബന്ധപ്പെട്ട സർക്കാരുകൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാനുമുള്ള അധികാരമുണ്ട്. NHRCക്ക് സമൂഹത്തെ പല സൊസൈറ്റിയിൽപ്പെട്ട ആളുകൾക്കും മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം നൽകാനും അവർക്ക് ലഭ്യമാകാവുന്ന പരിരക്ഷകളെപ്പറ്റി അവബോധം നൽകാനായി പ്രയത്നിക്കാൻ കഴിയും. NHRCക്ക് ഒരു സിവിൽ കോർട്ടിന്റെ പവറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ചില കേസുകളിൽ ഒരു ഇന്ററിം റിലീഫ് നൽകാൻ സാധിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ ലിമിറ്റേഷനാണ് NHRCക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇല്ല എന്നത്. അതുകൊണ്ട് തന്നെ പല കേസുകളിലും അവര് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടാണ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തത് NHRCക്ക് റെക്കമെൻഡേഷനുകൾ കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർക്ക് ആ ഒരു ഡിസിഷൻ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. NHRCയിലെ കൂടുതൽ കേസുകളും അൺഅഡ്രസ് ചെയ്യാതെയാണ് പോകുന്നത്. കാരണം ഒരു വർഷത്തെ ലിമിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കംപ്ലൈന്റുകൾ അന്വേഷിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഫണ്ടുകളുടെ കുറവ് NHRCയുടെ വർക്കിങ്ങിനെ സാരമായി തന്നെ ബാധിക്കാറുണ്ട്. ഈ പോസ്റ്റിനെ സാധാരണ ജഡ്ജിമാരുടെയും ബ്യൂറോക്രാറ്റുമാരുടെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് വിളിക്കാറ്. ആംഡ് ഫോഴ്സോ വയലേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി അന്വേഷിക്കാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പവേഴ്സ് മാത്രമേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഉള്ളൂ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രാജ്യത്തെമ്പാട് നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ബോഡി ആണെങ്കിൽ കൂടി തന്നെ അവരുടെ റെക്കമെൻഡേഷൻസ് ബൈൻഡിംഗ് അല്ലാത്തത് ഹ്യൂമൻ റൈറ്റ്സ് ഉറപ്പാക്കുന്നതിനെ സാരമായി തന്നെ ബാധിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് സ്റ്റാറ്റസ് നിലനിർത്താൻ ഹ്യൂമൻ റൈറ്റ്സ് വളരെ അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ റെക്കമെൻഡേഷൻ ബൈൻഡിംഗ് ആക്കുന്നത് വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന് വലിയൊരു പോംവഴി തന്നെയാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.